എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ വിവാഹ തടസ്സം നേരിടുന്നവര് അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പേരൻസ് ഉണ്ട്. അതുപോലെ തലമുറകൾ തന്നെ തങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം, ഒരു പ്രായം കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചും ആ ഒരു വചനം ഏത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കുന്നുമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോകുന്നുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ട് നമ്മളുടെ വിഷയങ്ങൾ നമ്മൾ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. മറ്റുള്ളവർ പ്രാർത്ഥിക്കണം, അതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ്, അത് കുറച്ച് ഒരു 100 ദിവസം എടുക്കുമായിരിക്കും ഒരു കാര്യം മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. എന്നാൽ നമ്മളും കൂടെ അവരോട് ചേർന്ന്, എന്ന് വെച്ചാൽ അവർ എവിടെ ഇരുന്നെങ്കിലും മറ്റുള്ളവർ പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ നിങ്ങളും കൂടെ ആ ഒരു വിഷയത്തെ സീരിയസ് ആയിട്ട് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 100 ദിവസം എന്നുള്ളത് പെട്ടെന്ന് നടക്കും. ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ കാര്യങ്ങൾ വേഗത്തിലാകും കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ഓരോ പ്രാർത്ഥന റിക്വസ്റ്റ് നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളും ആ വിഷയം നന്നായിട്ട് പ്രാർത്ഥിക്കണം. അത് ഞാൻ ഒന്ന് മുൻകൂട്ടി പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ഒന്നും കൂടി അതൊന്ന് സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഓരോരുത്തരും പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുന്നത് അവരുടെ അത്രയും അവർ ആ വിഷയങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അതുമല്ല, ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു പാപമാകും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇനി ഇത് കാണുന്ന മറ്റുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പൊ നമ്മളുടെ വിഷയമല്ല എങ്കിൽ കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ കാണുന്നവർ ഒത്തിരി പേര് വീഡിയോ കേൾക്കുകയും അതുപോലെ തന്നെ കമന്റുകൾ വായിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മളും കൂടെ അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകാം. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ വലങ്കൈ, ഒരു കൂട്ടായ്മയുടെ വലങ്കൈ നമ്മൾ കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം നമ്മളുടെ വിഷയങ്ങൾ നമ്മൾ പോലും കാണാതെ അല്ലെങ്കിൽ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഏരിയകളിൽ പോലും ദൈവം നമ്മൾക്ക് വിടുതൽ തരും. കാരണം നമ്മളുടെ കൂട്ടു സഹോദരങ്ങൾ അല്ലെ, അത് ആരുമാകട്ടെ, ഏത് ജാതി മതത്തിൽപ്പെട്ടവരുമാകട്ടെ, നമ്മളുടെ കൂട്ടു സഹോദരങ്ങളാണ് അവരെല്ലാം അല്ലെ. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. അത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, അത് ഗൈഡൻസ് ഉള്ളവർ പ്രാർത്ഥിക്കുക, അത്ര എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് നിർബന്ധമായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഓരോരുത്തരുടെയും വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇതാണല്ലേ. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പം പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർ മറ്റുള്ളവരുടെ വിഷയങ്ങളും കൂടി എടുത്തൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും നമ്മളുടെ വീഡിയോകളുടെ അടിയിൽ, അതായത് എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഒരുപാട് എഴുതുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടോട്ടൽ സമ്മറി എടുത്ത്, എന്ന് വെച്ചാൽ ഓരോ വിഷയങ്ങളും ഒരുപാട് പേര് ഒരു വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ സമ്മറി എടുത്തൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾക്ക് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ ഞാൻ എന്റെ വീഡിയോയുടെ അടിയിൽ ഒരു 2-3 പ്രാവശ്യം ഒരു സഹോദരൻ വന്നിട്ട് കമന്റ് ഇട്ടു, വോയിസ് ക്ലിയർ ആകുന്നില്ല, കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുവാനായിട്ട് ഇടയായി. അപ്പോൾ അവരൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്ത് വിടുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഒരു കൊച്ചു മൈക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് കേൾക്കുന്നുണ്ടോ, ഇനി ഈ മൈക്കിലൂടെ സംസാരിക്കണോ അതല്ല ഞാൻ അല്ലാതെ തന്നെ നോർമലായിട്ട് സംസാരിച്ച് പോകുന്നതാണോ വേണ്ടത് എന്നും കൂടെ നിങ്ങളൊന്ന് കമന്റ് ഇട്ടാരോ കേട്ടോ. പറ്റുമെങ്കിലൊന്ന് കമന്റ് ഇട്ടാരോ, അങ്ങനെ ശ്രദ്ധിക്കുന്നവരൊന്ന് കമന്റ് ഇട്ടാരോ. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് അല്ലെ, നമ്മൾക്കറിയാം വിവാഹം എന്ന് പറയുന്നതും ഒരു സമയത്ത് തന്നെ നടക്കണം അല്ലെ. നമ്മളുടെ എല്ലാ നന്മകളും അങ്ങനെയാണ്, അതാത് സമയങ്ങളിൽ നടക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾക്കറിയാം ഒരു SSLC എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 14-15 വയസ്സിൽ നമ്മൾ SSLC എക്സാം എഴുതണം. അതാണ് അതിന്റെ ഒരു കറക്റ്റ് ഏജ് എന്ന് പറയുന്നത് അല്ലെ. 14, 15, 16 ഓട്ടെ, ഇനി ഒരു 17 ആണെങ്കിലും കുഴപ്പമില്ല, അത് ഓക്കെ, അങ്ങനെ നടക്കണം. ഇനി ഈ SSLC എക്സാം ഒരു 40 വയസ്സിൽ എഴുതുക എന്ന് പറഞ്ഞാലോ, അത് ഒത്തിരി ഡിലേ ആയി അല്ലെ. എന്ന് വെച്ചാൽ നമ്മളുടെ 15-16 വയസ്സിൽ നമ്മൾക്ക് ലഭിക്കേണ്ട ആ ഒരു നന്മ നമ്മൾക്ക് ലഭിക്കുന്നത് എപ്പോഴാ? 40 വയസ്സിലാണ്. അത് ഭയങ്കര ഡിലേ ആയിപ്പോയി അല്ലെ. എന്ന് പറയുന്നത് പോലെ വിവാഹത്തിന് ഒരു പ്രായമുണ്ടല്ലേ. ആ ഒരു പ്രായത്തിന്റെ ഉള്ളിൽ ഒരു 30 വയസ്സിന്റെ ഒക്കെ ഉള്ളിൽ എന്ത് സംഭവിക്കണം? വിവാഹം നടക്കണം. അല്ലെങ്കിൽ ഒരു 32, പോട്ടെ, ഒരു 32
32-നുള്ളിലെങ്കിലും എന്താണ് ഒരു വിവാഹം നടക്കണം. അത് ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും ഒരു വിവാഹം നടക്കണം. അപ്പോൾ എന്താണ് അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നതും എന്തോ തടസ്സം നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഈ പ്രായത്തിന്റെ ഉള്ളിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇത് വിവാഹപ്രായം എത്തിയ മക്കള് വളർന്നു വരുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇനി വിവാഹപ്രായം എത്തിയ ആൾക്കാർ അമ്മയപ്പനും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു വിടരുത്, നമ്മളും പ്രാർത്ഥിക്കണം അല്ലെ. നമ്മൾക്ക് തക്ക സമയത്ത് തക്ക തുണയെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണം മുൻപോട്ട് തടസ്സങ്ങൾ വരരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തടസ്സങ്ങൾ വന്നിട്ടല്ല, വരുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വിവാഹം നടക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് ദൈവത്തിനെ അറിയത്തുള്ളൂ അല്ലെ. നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി ഒരാളെ കല്യാണം കഴിച്ചു. ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ കീരിമാകുമ്പോൾ ചേരുന്നില്ല, ഒരു വിഷയത്തിലും ചേർച്ചയില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം നോക്കിയിട്ട് കാര്യമുണ്ടോ? ജാതകം നോക്കി, എല്ലാം നോക്കി, വീട് നോക്കി, വീട്ടുകാരെ നോക്കി, ജോലി നോക്കി, വിദ്യാഭ്യാസം നോക്കി, സകലതും നോക്കി, പേരൻസിനെ നോക്കി, എന്തിനേറെ പറയുന്നു, ഗ്രാൻഡ് പേരൻസിന്റെ വരെ എന്താ പറയുക ഹിസ്റ്ററി ചകഞ്ഞു. എന്നിട്ട് ഇവർ വിവാഹിതരായ രണ്ടുപേര് തമ്മിൽ ചേരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതം സക്സസ് ആകുന്നില്ല എങ്കിൽ ആ വിവാഹം കൊണ്ട് വല്ല നേട്ടമുണ്ടോ? ഇല്ല അല്ലേ. അതെന്താകും? അത് പരാജയമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ തക്ക തുണയെ ഒരുക്കി തരണം. അതാ ദൈവം പറഞ്ഞതല്ലേ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 2-ാമത്തെ അധ്യായത്തിനകത്ത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? അവന് തക്കതായ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ ഒരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ തക്ക തുണകളെ ലഭിക്കണം. തക്കതായിട്ടുള്ള തുണകളെ ലഭിച്ചാലേ എന്താകത്തുള്ളൂ, ആ വിവാഹ ജീവിതം മുൻപോട്ട് പോകത്തുള്ളൂ അല്ലെ, ആ വിവാഹ ജീവിതം സക്സസ് ആകത്തുള്ളൂ. ഇനി ചിലരുണ്ട് സ്വപ്നലോകത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരും, എന്നിട്ട് നമ്മൾ എന്താ പറയുക, അതുപോലെ ചില സങ്കല്പങ്ങളിലൂടെയുള്ള ജീവിതം, അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ വിവാഹ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഇച്ചിരിയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോയാലും എന്താണ്, നമ്മൾ അന്ത്യത്തോളം അല്ലെ ഒന്നിച്ചുണ്ടാകണം അല്ലെ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുണ്ടാകണം. ഇനി അതുകൂടാതെ എന്താണ്, അങ്ങനെ ആകുമ്പോഴാണ് മക്കള് അല്ലെ, മക്കൾക്ക് അതൊരു അനുഗ്രഹമാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. അതിനെയാണ് നമ്മൾ ഒരു എന്താ പറയുക വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ തക്കതായ ഒരു തുണയെ എനിക്ക് ഒരുക്കി തരണമേ എന്ന്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അവരുടെ പേരൻസ് ആണെങ്കിലും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്, തക്ക തുണയെ ദൈവമേ ഒരുക്കി തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല, കർത്താവേ എന്റെ മകനോ ഡോക്ടറാണ്, അവന് ഡോക്ടറായിട്ടുള്ള, അത് മാന്യമായ കാര്യം തന്നെ അല്ലേ, ഡോക്ടറായിട്ടുള്ള ഒരു പയ്യന് ഡോക്ടറായിട്ടുള്ള ഒരു വധുവിനെ ലഭിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാലേ അവർക്ക് അവരുടെ ഒരു തൊഴിൽ മേഖലകളെ കുറിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അങ്ങനെ കെട്ടിവെക്കുന്ന എത്രയോ സെപ്പറേറ്റഡ് ആയിരിക്കും, അത് വേറെ വിഷയം. അത് കുഴപ്പമില്ല, അങ്ങനത്തെ ആഗ്രഹങ്ങൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ തക്കതായ ഒരു തുണയെ ഒരുക്കി തരണം. ഇനി രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തത് ദൈവമേ ഒരു പ്രാർത്ഥനാ പോരാളിയായിരിക്കണം. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. ഇനി പെണ്ണിന്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ പെണ്ണുമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നല്ല പ്രാർത്ഥനാ വീരനായ ഒരു പുരുഷനെ എനിക്ക് ഒരുക്കി തരണേ എന്ന് ആര് പ്രാർത്ഥിക്കണം? പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണും പ്രാർത്ഥിക്കണം. ഇനി ചെറുക്കന്റെ വീട്ടുകാർ എങ്ങനെ പ്രാർത്ഥിക്കണം? അവരും പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥനാ പോരാളിയായ ഒരു പെണ്ണിനെ. ഇതെന്തിനാ അത് വേണ്ടതെന്ന് അറിയാമോ? നമ്മൾക്ക് വിഷയങ്ങൾ കടന്നു വരും. ലോകത്തിൽ വിഷയങ്ങളില്ലാത്ത ഒരു മനുഷ്യനില്ല, വിഷയങ്ങൾ കടന്നു വരും. അപ്പോൾ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതിന് എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. അതേസമയം ദൈവത്തിന് പരിധിയില്ല. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു വിവാഹം നടന്നാൽ എന്താണ്, അതിന്റെ വിഷയങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്തോളും. അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ഒരു പ്രാർത്ഥനാ പോരാളിയെ ലഭിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തത് എന്താണ്? ദൈവമേ അങ്ങയുടെ ഹിതപ്രകാരമല്ലാതെ ഒരു വിവാഹം നടക്കരുത്, അങ്ങയുടെ ഹിതമുള്ള ഒരു വിവാഹം നടക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വിവാഹമാണ് നടന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വിവാഹമാണ് നടന്നതെങ്കിൽ നമ്മൾക്ക് ദൈവത്തോട് പറയാം, അല്ലെ കർത്താവേ അങ്ങയോട് ആലോചന ചോദിച്ച അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു വിവാഹ ബന്ധമാണ്, പിന്നെ ഇതെന്താണ് ഇങ്ങനെയായി തീർന്നത്? അങ്ങ് ഇതിനകത്ത് ഇടപെട്ടേ പറ്റത്തുള്ളൂ, അങ്ങയുടെ പിതാവാണ്, അങ്ങ് ഇടപെട്ടേ പറ്റത്തുള്ളൂ എന്ന് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഇനി നമ്മൾ തന്നെ ആരോടും പെർമിഷൻ ചോദിക്കാതെ, ദൈവത്തോടും പെർമിഷൻ ചോദിക്കാതെ നമ്മൾ പോയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾക്ക് പ്രാർത്ഥനയും ഇല്ല എങ്കിൽ അത് സെപ്പറേറ്റഡ് ആകും. ഇനി നമ്മൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിലും നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യണം. കാരണം നമ്മൾക്ക് ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് പറ്റത്തില്ല? ദൈവമേ അങ്ങ് തന്നതല്ലേ, അങ്ങ് തന്ന തക്ക തുണയല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മളോട് തിരിച്ചു ചോദിക്കും, നീ എന്നോട് ചോദിച്ചായിരുന്നോ? ഇല്ലല്ലോ, നീ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ എന്താണ്?
നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇനി എങ്ങനെയാ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വചനം വായിച്ചു തുടങ്ങുമ്പോൾ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടും. രണ്ടാമത് സ്വപ്നത്തിലൂടെ ഇടപെടും. മൂന്നാമത് ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ പ്രവാചകന്മാരോടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് നമ്മൾ ആലോചന ചോദിക്കണം. അതെല്ലാം കറക്റ്റ് ആകണമെന്നില്ല കേട്ടോ. കാരണം ഇന്ന് കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, കള്ളപ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അതെല്ലാം ശരിയാകണമെന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്താ, നമ്മൾ അടയാളം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ലേ? ദൈവമേ, ഒരു വിവാഹം വന്നു കഴിയുമ്പോൾ കർത്താവേ, ഇത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ മാത്രം നടക്കണം, ഇല്ലെങ്കിൽ ഇത് മാറിപ്പോകണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും വിധത്തിൽ അങ്ങ് തട്ടിമുട്ടി അങ്ങ് മാറിപ്പോകും. അത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലേ. എന്തെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് ദൈവമേ, ദൈവത്തിന്റെ ഹിതമാണെങ്കിലേ ഇത് നടക്കാവുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതമാണെങ്കിലേ എന്റെ കരത്തിൽ വരാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എത്രയോ വിഷയങ്ങൾ മാറി പോയതുണ്ടെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതം മാത്രം വരും, അല്ലാത്തത് മാറിപ്പോകും. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകുക. പിന്നെ എന്താണ്, പിന്നെ അടുത്തത് കറക്റ്റ് സമയത്ത്, ദൈവത്തിന്റെ കറക്റ്റ് സമയത്ത് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞു അല്ലെ, 40 വയസ്സ് 50 വയസ്സായിട്ടുള്ള എന്റെ വിവാഹമല്ല, ആ വിവാഹത്തിന്റെ പ്രായത്തിൽ തന്നെ അത് നടക്കണം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതും പ്രാർത്ഥിക്കണം, തലമുറകളുടെ. അത് ഞാൻ വേറൊരു ദിവസം ആ വിഷയം ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. എങ്ങനെ? ദൈവമേ, തക്കതായൊരു തുണയെ ദൈവത്തിന്റെ തക്ക സമയത്ത്, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവമേ അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാം. ഇനി എന്താണ്, നമ്മൾ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വചനവും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. അത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ദൈവം ഉണ്ടാക്കി കൊടുക്കും. തക്കതായ തുണയെ ആരുണ്ടാക്കി കൊടുക്കും? ദൈവം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ POC ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോഴും സെയിം തന്നെയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്? തക്കതായതും ദൈവത്തിന്റെ ഹിതമായതും ചേരുന്നത്, അല്ലെ, നമ്മൾക്ക് ചേരുന്നത് ദൈവം ഒരുക്കി തരും. അപ്പോൾ ഈ വചനം വെച്ച് നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്നിട്ട് എന്താണ്, നമ്മൾ ഉപവസിക്കുകയും ചെയ്യണം, അല്ലെ. നമ്മൾ ഉപവസിക്കണം. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മൾ എപ്പോഴും ഉപവസിക്കണം എന്ന് ഞാൻ പറയുവാൻ കാരണം എന്താണെന്ന് അറിയുമ്പോൾ, ഉപവസിച്ചു കഴിഞ്ഞാൽ വിടുതലില്ലാത്ത വിഷയങ്ങളില്ല. ഉപവസിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിനും വിടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഞാൻ ഉപവസിക്കണം എന്ന് പറയുവാനുള്ള കാരണവും അത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉപവസിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എപ്പോഴും ഉപവസിക്കണം എന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ആഴ്ചയിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ ആ ഒരു ടൈം ഒക്കെ ആയി നിൽക്കുന്നവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ വെച്ച് തന്നെ ഉപവസിച്ച് പോകണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇത് ഒത്തിരി വിഷയങ്ങളുടെ മുഖത്ത് പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം, അപ്പോൾ ഇത് എല്ലാത്തിനും കൂടി എങ്ങനെയാ, അപ്പൊ 7 ദിവസം ഉപവസിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അങ്ങനെയല്ല, നമ്മളിപ്പോ ആഴ്ചയിൽ ഒരു ദിവസം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു വിഷയമല്ല, അതിനകത്ത് നമുക്കൊരു കുറെ വിഷയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താം, അല്ലെ. ഒരു 2-3 വിഷയങ്ങൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ 3-4 വിഷയങ്ങൾ, 5-6 വിഷയങ്ങൾ ആ ഒരൊറ്റ ദിവസത്തെ ഫാസ്റ്റിങ്ങിനകത്ത് നമ്മൾക്ക് ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ച് പോകുവാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ വചനം പറയാൻ മറക്കരുത്. വചനം എന്താണ്? വചനം ദൈവമാണ്, വാളാണ്. വാളെന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങളെ വെട്ടിക്കളയും എന്ന് വെച്ചാൽ വിവാഹത്തിന്റെ സമയത്ത് നടക്കാതെ തടയുന്ന എന്തെങ്കിലും ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ എന്താണ്, വെട്ടിക്കളയും. ഇനി രണ്ടാമത് നമ്മൾ വേറൊരു വിഷയം കൂടി ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ചില മോഹങ്ങളിൽ കുരുക്കിയിട്ടിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഈ തലമുറകളെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ ചിലര് മോഹിക്കുന്നുണ്ടാകും. എന്നിട്ട് ഇവരത് പറയല, അവർ മനസ്സിൽ വെച്ചിട്ട് ഇവരുടെ വിവാഹം നടക്കൽ, അല്ലെങ്കിൽ ഇവന്റെ വിവാഹം, എതിർ പ്രാർത്ഥന. മനസ്സിലായില്ലേ? ഇവന്റെ വിവാഹം നടക്കൽ, ഇവളുടെ വിവാഹം നടക്കൽ, ഇത് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് എന്റെ കുടുംബത്തിൽ വന്നു ചേരണം, എന്റെ മകന് കിട്ടണം, ഈ പെണ്ണിന്, അല്ലെങ്കിൽ ഈ ചെറുക്കനെ എന്റെ മകൾക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ കുഞ്ഞിന്റെ മേൽ, അല്ലെങ്കിൽ നമ്മൾ പെണ്ണും ചെറുക്കനുമാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഒരു അയോഗ്യമായ ഒരു വ്യക്തി എന്നെ മോഹിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം കേട്ടോ. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയും കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു വിഷയത്തിന്മേൽ ജയം ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം, തടസ്സങ്ങളെ ശാസിക്കണം. ഓക്കെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.